ഒരു 2.5 മൂര്യം ഒരു 2,600 2,700 കൊടുത്താൽ അത് നല്ല അരി കൊടുക്കുക. അപ്പോൾ എന്നാൽ ഇതുകൊണ്ട് ഒരുപാട് സന്തോഷം, ഈ സക്കാത്ത് കൊണ്ട് ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ ഒരുപാട് സന്തോഷം ഓരോ കുടുംബത്തിനുണ്ടാവും. സമ്പന്നരായ ആളുകൾ അവർക്ക് സമ്പത്ത് അള്ളാഹു കൊടുത്തതാണ്. പിന്നെ ഖുർആൻ പറഞ്ഞു ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഖിറുഹും എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിക രാജ്യമായിട്ട് ചേർത്തിട്ടാണ് ഈ ആയത്ത് കൊണ്ടുവരേണ്ടത്. അതായത് സമ്പന്നരിൽ നിന്ന് അത് പിടിച്ചെടുത്തിട്ട് പാവങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ നമ്മളെ നാട്ടിലെ സിസ്റ്റം എന്താണ്? സക്കാത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? അത് കൂട്ടായിട്ട് കൊടുക്കണോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയായിട്ട് പിരിച്ചിട്ട് അങ്ങനെ കൊടുക്കുകയാണോ, അതല്ല വൈയക്തികമാണോ? അത് ഒരു ചർച്ചയാണ്. എന്തായാലും സംബന്ധമായിട്ടൊന്നും പറയാനുണ്ടോ? അത് പറയാണ്ട്. കാരണം ഇന്ന് പിന്നെ പല പ്രസംഗങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് സക്കാത്തുകൾ പിന്നെ കൊടുക്കാൻ സോമാലിയയിൽ, നൈജീരിയ പോലുള്ള സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചുകൊണ്ട് പല ഉസ്താദുമാരുടെയും വോയിസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ സംഘടിപ്പിച്ചുകൊണ്ട് സക്കാത്തിൻ്റെ മുതൽ വളരെ കഷ്ടപ്പെട്ട നാടുകളാണ് ഇപ്പോൾ സോമാലിയ, നൈജീരിയ, ഇപ്പോൾ ഈ പിന്നെ ഫലസ്തീൻ പോലത്തെ നാടുകളിൽ. അവിടെ വളരെ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഇത് എത്തിച്ചു കൊടുത്താൽ അത് ഒരു വ്യക്തികളിലേക്കല്ലല്ലോ, അത് സംഘടനയാണ് ഉണ്ടാകുക, ഒരു കമ്മിറ്റിയാണ് ഉണ്ടാകുക. ആ കമ്മിറ്റിനെ അത് ഏൽപ്പിച്ച് ആ അർഹതായ അവർക്ക് എത്തിക്കുമെന്ന് നമുക്ക് ബോധ്യമുണ്ട്. അത് അവരെ എത്തിക്കുമെന്ന് നമുക്ക് ബോധ്യമുള്ള ഒരു കമ്മിറ്റിയാണ് ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സക്കാത്തിൻ്റെ കടം നമ്മൾ വീടില്ലേ. അങ്ങനെ എത്തിച്ചു കൊടുക്കുക, അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സംഗതിയാണ്. പക്ഷേ നമ്മളെ പരിസരത്ത് നമ്മുടെ നാട്ടിൽ തന്നെ എന്തുണ്ട്? അർഹരായ ആളുകളിലുണ്ടെങ്കിൽ സക്കാത്തിൻ്റെ മുതലുകൾ പുറത്തേക്ക് നീക്കം ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ അർഹരായ ആളുകളില്ലെങ്കിലോ നീക്കം ചെയ്യുകയും ചെയ്യുക. അതാണ് സോമാലിയ, നൈജീരിയ, ഫലസ്തീൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് സക്കാത്ത് തന്നെ ആക്കിയോളണം എന്നില്ല, അതും ചിന്തിക്കേണ്ടതല്ലേ. റിലീഫ് സെല്ലുകളുണ്ട് നാട്ടിൽ. സദക്ക എന്ന് പറയുന്ന സിസ്റ്റം ഇസ്ലാമിലുണ്ട്. അത് സുന്നത്താണല്ലോ. അത് ഉള്ളവനും ഇല്ലാത്തവനും പാവപ്പെട്ടവനും എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ ഈ സദക്ക എന്ന് പറയുമ്പോൾ പിന്നെ ഉലഹിയത്തിൻ്റെ മാംസം അത് വേവിച്ച്, പിന്നെ അക്കീക്കയുടെ മാംസം വേവിച്ച് കൊടുക്കലാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതല്ലോ. അത് ആർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ? മുസ്ലിങ്ങൾക്ക്. അതെന്താ കാരണം? അത് ഇസ്ലാമിക ഒരു ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ് അക്കീക്കയും ഉലഹിയത്തും ഒക്കെ. അപ്പോൾ അത് അവർക്ക് കൊടുക്കണതിന് കുഴപ്പമില്ല. പക്ഷെ അവർക്ക് നമ്മൾ തൊട്ടയൽക്കത്തുള്ള അയൽവാസികൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യണം, അവർക്ക് മാംസം കൊടുക്കണം. അത് കൊടുക്കാൻ വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 കിലോനോ 2 കിലോനോ വാങ്ങിയിട്ട് അവർക്ക് ഹദിയയാക്കി സദക്കയാക്കി കൊടുക്കുക. എന്നതുപോലെ വലിയ സന്നദ്ധ സംഘടനകളും ഒക്കെ ഉള്ള നാട്ടിൽ ഒരു റിലീഫ് സെല്ലുണ്ടാക്കിയിട്ട് ഈ പാവപ്പെട്ട രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പണങ്ങൾ അയക്കാം. ഇപ്പോൾ സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? അതിപ്പോൾ സക്കാത്തിൻ്റെ മുതൽ പിരിച്ചെടുത്തോന്ന് ചെയ്തോളണമെന്നുണ്ടോ? സക്കാത്ത് വീടണമെങ്കിൽ എന്ത് വേണം? അത് അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ആ പിന്നെ നിർബന്ധമായ ആ ധനികൻ എന്ത് ചെയ്യണം? അയാൾ നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന സിസ്റ്റമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇനി അത് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ? നമ്മുടെ നാട്ടിലെ സിസ്റ്റം, നമ്മുടെ നാട്ടിലെ എന്നാൽ ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു സംഘം ഉണ്ടല്ലോ. അതിനെ കുറിച്ച് എന്താ ചോദിക്കാണ്ടോ? റിലീഫ് സംഘം അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില സംഘടനകൾ വന്നിട്ടുണ്ട്. സംഘടിത സക്കാത്ത്, പിന്നെ ബൈത്തുൽ മാലിനെ കുറിച്ച് ഒരു വിഷയമുണ്ട്. കാരണം ഇപ്പം ഈ ബൈത്തുൽ മാലി എന്ന് പറഞ്ഞുകൊണ്ട് മറുവിഭാഗം, അതായത് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള പുതു ആശയക്കാർ വന്നിട്ട് അവരൊരു പുതിയ സംവിധാനം സക്കാത്തിനെ കൂടി, അതായത് മുഴുവൻ അവരുടെ ബൈത്തുൽ മാലിലേക്ക്, അതായത് അവരുടെ കമ്മിറ്റിയിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട്, അത് ഫിത്ർ സക്കാത്താണെങ്കിലും അത് പ്രത്യേകമൊന്നുമില്ല. എന്നിട്ട് അവർ ബോർഡ് എഴുതി വെക്കുകയാണ്, സക്കാത്ത് ഒരാൾക്ക് ഇത്ര രൂപ നിങ്ങൾ ബൈത്തുൽ മാലിലേക്ക് കെട്ടുക എന്ന് പറഞ്ഞിട്ട് അവർ ഒരു വക്കീലിനെ ഏൽപ്പിച്ചു. അവർ പറയുന്നു ഞങ്ങളൊരു വക്കീലിനെ ഏൽപ്പിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് അവിടെ എത്തിക്കും. ഫിത്ർ സക്കാത്താണെങ്കിലും മറ്റേ സക്കാത്താണെങ്കിലും രണ്ടും ഒരേ മാതിരി കൊണ്ടുപോയിട്ട് ഈ ബൈത്തുൽ മാലിനെ ഏൽപ്പിച്ച് അത് വിതരണം ചെയ്യുന്നതിൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അവർ ചെയ്യുന്ന വിധി എന്താണ്? ഈ അടുത്ത് ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു പ്രസിദ്ധീകരണം, ഒരു ലേഖനം കിട്ടി. ആ ലേഖനത്തിൽ പറയുന്നത് റസൂലുള്ളാഹിന്റെ കാലത്ത് നീതികേട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നീതികേട് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിലേക്ക് പോലും അതിന്റെ ലമീർ മടങ്ങും. ഇവരെ എഴുതി വിട്ടത് എന്താണ്? റസൂലുള്ളാഹിന്റെ കാലത്ത് സക്കാത്ത് വിതരണത്തിന്റെ കാര്യത്തിൽ എന്ത് നടന്നിട്ടുണ്ട്? നീതികേട് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ സിസ്റ്റം വന്നത്. ഏത്? ഓരോ രാജ്യത്ത് അവിടെ ആ രാജ്യത്ത് ഭരണകൂടം ഇല്ലെങ്കിൽ നാട്ടിലെ ഈ വ്യക്തികൾ നേരിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വക്കീലിനെ ഏൽപ്പിക്കുക. അതാണ് നമ്മളെ സിസ്റ്റം. നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ എന്താ? നമ്മളെ മദ്ഹബ് എന്താ പറയുന്നത് ഈ വിഷയത്തിൽ? അതല്ലേ നോക്കണേ, യുക്തിക്കല്ലല്ലോ പ്രാധാന്യം. അപ്പോൾ അവിടെ നമ്മളെ മദ്ഹബിൻ്റെ ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചത് എന്താ? സക്കാത്തിൻ്റെ വിതരണ വിനിമയ രീതി എന്താണ്? അത് ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഭരണകൂടം ഏറ്റെടുക്കും. അതല്ലാത്ത ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ ഇസ്ലാമിക ഭരണകൂടമല്ല. അപ്പോൾ അത് വ്യക്തികൾ എന്ത് ചെയ്യുക? നേരിട്ട് അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അയാൾക്ക് സാധിക്കാതെ അയാൾ വക്കീൽ മുഖേന
ചുമതലപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. അതല്ലാത്തത് ഇസ്ലാമിക വിരുദ്ധമാണ്. പറഞ്ഞുതരാം. ഒരു സംഗതി മാത്രമല്ല നശിപ്പിച്ചത്, ഇസ്ലാമിലെ ആരാധനകൾ പലതും ഇവർ നശിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ ബാങ്കിൻ്റെ ടൈം, അതിലൊക്കെ ഇവർ കണക്കിന് അവലംബമാക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നോമ്പ് വരെ നോമ്പ് ഫസാദാക്കുന്ന വെച്ചാൽ നോമ്പ് ഫസാദാക്കുക എന്ന് പറഞ്ഞാൽ നോമ്പ് ബാങ്ക് നേരത്തെ കൊടുക്കും തുറക്കുന്ന സമയത്ത്, പിന്നെ സുബഹിക്കുള്ള ബാങ്ക് അത് നേരം വൈകി കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നോമ്പ് നോൽക്കുന്ന ആളുകൾക്കും തുറക്കുന്ന ആളുകൾക്കും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ നോമ്പ് നോമ്പിൻ്റെ ആ മഹത്വത്തെ അവർ നഷ്ടപ്പെടുത്തും. നിസ്കാരം ഈ സ്ത്രീകൾക്കും മറ്റുമൊക്കെ ജുമാ ജമാഅത്ത് അനുവദിക്കലോടുകൂടെ അത് നഷ്ടപ്പെടുത്തും. പള്ളികൾ തുറക്കുവിൻ, പള്ളി വാതിലുകൾ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് സക്കാത്തിന്റെ വിഷയത്തിൽ എന്ത് സംഭവിച്ചു? നീതികേട് സംഭവിച്ചു. ഇത് പറഞ്ഞ ആളുകൾ അനുയായികളാണ് ഇവർ. റസൂലുള്ള ഗനീമത്ത് സ്വത്ത് ശേഖരിക്കുന്ന സമയത്ത് അവിടെ ഒരാൾ എണീറ്റ് എന്നൊരു ചോദ്യം ചോദിച്ചു റസൂലുള്ളാഹിന്റെ മുമ്പ്, യാ മുഹമ്മദെ നീതി പുലർത്തുക എന്ന്. ലോകത്ത് നീതിയുടെ പര്യായമായ അഷ്റഫുൽ ഖൽഖിനോടാണ് ഇയാൾ ചോദിക്കുന്നത് എന്ത്? നീതി പുലർത്തണമെന്ന്. ആരാ ചോദിച്ചത്? അയാളുടെ പേരാണ് ദുൽ ഖുവൈസിറത്തു തമീമി. അയാളുടെ പരമ്പരയിലുള്ള ആളുകൾ പിൽക്കാലത്തുണ്ടാവും. അവർ യുക്തി ചിന്തയായിട്ട് കടന്നു വരും. ആ ആളുകളാണ് ഇവരെന്ന് കൂട്ടിയാൽ മതി. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയുള്ള ചില ആളുകൾ ബൈത്തു സക്കാത്ത്, അങ്ങനെ ഒരു സക്കാത്ത് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് പള്ളി അത് കമ്മിറ്റി ഏൽപ്പിക്കും. മഹലിലുള്ള ആളുകളുടെ സെൻസസ് എടുക്കുക. അതിൽ സമ്പന്നന്മാർ ഇത്ര, ദരിദ്രർ ഇത്ര, കണക്കെടുക്കണതിന് കുഴപ്പമില്ല, സെൻസസ് എടുത്തോട്ടെ. ഇപ്പോൾ ചില റിലീഫുകളൊക്കെ ഉണ്ടാകുമ്പോൾ എത്തിച്ചു കൊടുത്തോട്ടെ. അതേസമയത്ത് സക്കാത്ത് ഒരു നാട്ടിലെ മുതലാളിമാരെടുത്ത് പോയിട്ട് അയാളെടുത്ത് നിന്ന് പിരിച്ച് കൊണ്ടുവന്ന് കമ്മിറ്റിയിൽ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ സക്കാത്തിൻ്റെ മുതലുകളൊക്കെ കമ്മിറ്റീനായിട്ട് കൊണ്ടുവന്ന് ഏൽപ്പിച്ചോളി എന്ന് പറഞ്ഞ് ഇവിടെ ബുക്കിലെറ്റ് ആക്കുക. എന്നിട്ട് ഒരാളത് 50,000, വേറൊരാളത് 1 കോടി, അല്ലെങ്കിൽ മറ്റൊരാളത് 25,000. ഇങ്ങനെ സക്കാത്ത് കറക്റ്റ് പിരിച്ച് കൊണ്ടുവന്നിട്ട് ഇത് കുറച്ച് പിന്നെ പള്ളി കമ്മിറ്റിക്ക്, കുറച്ച് മദ്രസ കമ്മിറ്റിക്ക്, കുറച്ച് പാർട്ടി ഓഫീസ്, സംഘടനാ പ്രവർത്തനം, കുറച്ച് മറ്റു രാജ്യങ്ങളിൽ ഇസ്ലാമിക ദാവത്ത് നടത്താൻ, മറ്റു ഇതിലെ ചില പ്രസിദ്ധീകരണങ്ങൾക്ക്, ഇങ്ങനെ ഒരു പാർട്ടിക്ക് വേണ്ടി പാർട്ടി ഓഫീസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി പാർട്ടി ഫണ്ടായിട്ട് പിരിച്ചെടുക്കേണ്ട ഒന്നാണോ സക്കാത്ത്? അങ്ങനെ ആകുമ്പോൾ അർഹരിലേക്ക് എത്തുമോ? ഇപ്പോൾ പള്ളിയിൽ കൊണ്ടുപോയി പള്ളി കമ്മിറ്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ അർഹരായ ആളുകളിലേക്ക് എത്തിക്കോളണമെന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് അവർ ചെലവഴിക്കുന്ന സംഘടനയ്ക്ക് വരെ പോകുന്നുണ്ട്. അപ്പോൾ സക്കാത്ത് അവകാശികൾക്ക് എത്താത്ത ഒരു കാര്യം ഇസ്ലാമിക വിരുദ്ധമാണ്. ഇന്ത്യ പോലത്തെ രാജ്യത്ത്, ഇങ്ങനത്തെ ഇസ്ലാമിക ഭരണമില്ലാത്ത രാജ്യത്ത് അതിന് യാതൊരു പ്രസക്തിയും ഇല്ല. അത് ഇസ്ലാമിക വിരുദ്ധമാണ്. മറ്റൊരു വിഷയം ഇവിടെ ഉത്ഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഇവർ ഈ ബൈത്തു സക്കാത്ത് എന്ന് പറഞ്ഞ പിരിവൊക്കെ എടുക്കുന്നുണ്ടല്ലോ, ഈ സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതൊരു കമ്മിറ്റിയെ ഏൽപ്പിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഉദാഹരണം, നമ്മളെ പള്ളി കമ്മിറ്റി, ഇപ്പോൾ അതാത് മഹലിലെ പള്ളി കമ്മിറ്റി ഹില്ലു അഖദിൻ്റെ ആളുകളാണ്. അവർക്ക് ചില പരിധികളുണ്ട്. ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ നിയമവും കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. ആ മഹല്ലത്തിൻ്റെ വഖഫ് തന്നെ ഇന്ന് വഖഫ് ബോർഡാണ്, ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് വഖഫ് സ്വത്തുക്കൾ. അതേപോലെ തന്നെ പള്ളിയുടെ ഇമാറത്ത്, അതിൻ്റെ പരിപാലനം, അവിടെ ഉസ്താദുമാരെ വെക്കുക, അവിടെ മുഅദ്ദിനീങ്ങളെ വെക്കുക, അവിടെ ശമ്പളം കൊടുക്കുക, അവിടെ കറണ്ട് മെയിൻ്റനൻസ് വർക്കുകൾ, ഇതൊക്കെയാണ് ആരുടെ ഡ്യൂട്ടി? പള്ളി കമ്മിറ്റി. പിന്നെ മഹലിലെ കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് അവരെ സഹായിക്കുക എന്നുള്ളതൊക്കെ റിലീഫ് സെല്ലിലൂടെ, അത് സക്കാത്ത് സെല്ലിലൂടെ അല്ല. സക്കാത്ത് സെല്ല് രൂപീകരിച്ച് അവരിത് സ്വീകരിച്ച് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇസ്ലാമിലെ നിർബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളുമായ പല സംഗതികളുണ്ട്. അതിനൊക്കെ ഇവർ ആക്ഷൻ എടുക്കേണ്ടി വരും. ഉദാഹരണം, ഒരു കള്ളുകൂടി ഇപ്പം വ്യാപകമായ കാലമാണ് അല്ലേ, മദ്യപാനം. ലഹരിയുടെ അഡിക്റ്റുകളാണ് യുവാക്കളും യുവതികളും പലരും. ഈ ലഹരിയുടെ അഡിക്റ്റുകളായി ഇവരെ ഒരു കള്ളുകൂടിയെ റോട്ടുമെന്ന് പിടിച്ചുകൊണ്ടുവന്നു. ഒരു MDMA ഉപയോഗിക്കുന്നു അറിയുന്ന ഒരാളെ, ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പള്ളി കമ്മിറ്റിക്ക് അയാൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റും. അയാളെ ജനസമൂഹത്തിൽ വെച്ചുകൊണ്ട് 4 അടി അടിക്കാൻ പറ്റും. ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കൊന്ന ആളെ കൊല്ലുക എന്നുള്ള സിസ്റ്റം, അൽ ഖത്ലു ബിൽ ഖത്ൽ. ഇപ്പോൾ ത്വായിഫിലൊക്കെ, നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയാൽ അവിടെ മസ്ജിദുൽ ഖിസാസ് ഉണ്ട്. പള്ളി പരിസരത്തേക്ക് ആളുകളെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഈ പ്രതികളെ ജനസമക്ഷം, ജനങ്ങളെ മുമ്പിൽ വെച്ചിട്ട് ആരാച്ചാർ വന്നിട്ട് അങ്ങനെയുള്ള സിസ്റ്റമൊക്കെ ഇസ്ലാമിക രാജ്യത്തുണ്ട്. ആർക്കാണ്? കൊലക്ക് കൊല, കട്ടോൻ്റെ കൈ മുറിക്കുക, അതേപോലെ കള്ളുടിക്കുന്ന ആൾക്ക് അതിനുള്ള ശിക്ഷ, വ്യഭിചാരിക്ക് ഹദ്. അത് ഇവിടുത്തെ ചെറുവാടിയാണല്ലോ. ഇപ്പം നമ്മൾ ഇവിടെ ചെറുവാടി പള്ളി കമ്മിറ്റിക്ക് അത് ചെയ്യാൻ പറ്റുമോ?
ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പറയുന്ന ബൈത്തുൽ സക്കാത്ത് കൊണ്ടുവന്ന ആളുകൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് പോവോ? അങ്ങനെ പോയാൽ വിവരം അറിയും. അത് പിന്നെ ഇവിടെ നിയമവും പോലീസും സംവിധാനവും ഉണ്ട്, കോടതിയുണ്ട്. നമ്മൾ നിയമം കയ്യിലെടുത്താൽ പള്ളി കമ്മിറ്റി കൂട്ടിലാവും, അപ്പം നമുക്ക് പണി കിട്ടും. അപ്പം നമ്മൾ ആ ഒരു സിസ്റ്റത്തിലല്ല ഇത്. നമ്മൾ ഇസ്ലാമിക രാജ്യമാണെങ്കിലാണ് ഈ ആമിലീന അലൈഹ എന്ന് പറഞ്ഞല്ലോ, ഏത് സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, അവരെ വെച്ചിട്ട് സക്കാത്ത് പിരിച്ചു കൊണ്ടുവരലും അത് വിനിമയം ചെയ്യലും. ഇവിടുത്തെ വിനിമയ മാർഗം വ്യക്തികൾ കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ള ആൾ. പിന്നെ മറ്റൊരു സംഗതി എന്താ വെച്ചാൽ, ഇപ്പോൾ സക്കാത്ത് കൊടുക്കപ്പെടുന്നില്ല. പല ധനികന്മാരും സക്കാത്ത് പൂഴ്ത്തി വെക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാന കാലാവുമ്പോൾ എന്താവും, സക്കാത്ത് കൊടുക്കാതെ അത് പൂഴ്ത്തി വെക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതൊക്കെ നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ബോധവൽക്കരണം നടത്തി സക്കാത്ത് അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം തന്നെ ഉണ്ടാക്കിയെടുക്കുക. എന്നാൽ സമ്പൂർണ്ണമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാവും. ഇങ്ങനെ എല്ലാ മുതലാളിമാരും സക്കാത്ത് കൊടുക്കാനും അർഹരായ അവർക്ക് എത്തിച്ചു കൊടുത്താൽ ദരിദ്രർ എന്നുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാവും, പാടെ എടുത്തു കളയും. ദരിദ്രരുണ്ടാവില്ല. ഇന്ന് പല ഭാഗത്തും ദരിദ്രർ കൂടി വരാൻ കാരണം അർഹതപ്പെട്ട ആൾക്കാർക്ക് അർഹതപ്പെട്ട സാധനം എത്തിച്ചു കൊടുക്കില്ല. ഇനിയിപ്പോ പെരുന്നാൾ കടന്നു വരികയാണ്. നാളെ സൗദിയിൽ പെരുന്നാൾ ആയതുകൊണ്ട് നാളെ എന്തായാലും പെരുന്നാളാവാനാണ് സാധ്യത. അങ്ങനെ ഉണ്ടായത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാസപ്പിറവി അവലംബമാക്കുന്ന ആളുകളാണ്. ഇന്ന ഉമ്മത്തുൻ ഉമ്മിയത്തുൻ ലാ നക്തുബു വലാ നസ്സു. നമ്മൾ നിരക്ഷര സമൂഹമാണ്, എഴുത്തും വായനയും അറിയാത്തവരാണെന്ന് റസൂലുള്ളാഹി അന്ന് പറഞ്ഞത്. അപ്പൊ കണക്ക് നോക്കി തീരുമാനിക്കുന്ന ആളുകളല്ല, കണക്ക് നോക്കി തീരുമാനിക്കുന്ന ആളുകളല്ല. നമ്മൾ അവിടെ അവലംബാക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി. നിങ്ങൾ മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പ് നോൽക്കുക, മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പ് അവസാനിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ പിന്നെ റമളാൻ പിറവി കാണണം, അതേപോലെ ശവ്വാൽ പിറവി കാണണതിനാണ് ഇവിടെ പിന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പോലും പ്രാധാന്യം നൽകി. ഈ റമളാനിൽ നമ്മൾ മാസപ്പിറവി സാധാരണക്കാർ വരെ കണ്ടൊരവസ്ഥയാണ് നമുക്ക് കണ്ടത്. അപ്പം മറ്റുള്ള ഇതര വിഭാഗങ്ങൾ പുത്തനാശ